കുട്ടികളെ ശരിയായി പഠിപ്പിക്കാതെയും സ്റ്റാഫ് റൂമിൽ ഉറങ്ങിയും സമയം കളഞ്ഞ ഒരു കൂട്ടം അധ്യാപകരെ സ്ഥലം മാറ്റിയത് മലബാറിലേക്ക്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് HSSലെ 5 അധ്യാപകരെയാണ് കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത്. ഇംഗ്ലീഷ് അധ്യാപിക നീതു ജോസഫ്, ബോട്ടണി അധ്യാപിക VM രശ്മി, കൊമേഴ്സ് അധ്യാപിക TR മഞ്ജു, ഹിന്ദി അധ്യാപിക AR ലക്ഷ്മി, ഫിസിക്സ് അധ്യാപിക JC ജോസഫ് എന്നിവരെയാണ് മാറ്റിയത്. നീതു ജോസഫിനെ വയനാട് കല്ലൂർ ഗവൺമെന്റ് HSSലേക്കും VM രശ്മിയെ വയനാട് നീർവാരം ഗവൺമെന്റ് HSSലേക്കും TR മഞ്ജുവിനെ കണ്ണൂർ വെല്ലൂർ ഗവൺമെന്റ് HSSലേക്കും AR ലക്ഷ്മിയെ വയനാട് പെരിക്കല്ലൂർ ഗവൺമെന്റ് HSSലേക്കും JC ജോസഫിനെ കോഴിക്കോട് ബേപ്പൂർ ഗവൺമെന്റ് HSSലേക്കുമാണ് മാറ്റിയത്. ഈ അധ്യാപകർക്കെതിരെ വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി കുട്ടികളോട് PTA ഭാരവാഹികളോടും സംസാരിച്ച് അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ശരിയായി പഠിപ്പിക്കുന്നില്ലെന്നും കൂടുതൽ കുട്ടികൾ തോറ്റത് ഇംഗ്ലീഷിലാണെന്നുമാണ് നീതു ജോസഫിനെതിരെ കുട്ടികളുടെ പരാതി. പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്നും പ്രിൻസിപ്പാളിനോട് പരാതി പറഞ്ഞതിനാൽ മനഃപൂർവ്വം പരീക്ഷകളിൽ മാർക്ക് കുറയ്ക്കുകയും ചില കുട്ടികൾക്ക് അധികം മാർക്ക് നൽകുകയും ചെയ്തതായാണ് JC ജോസഫിനെതിരെയായ പരാതി. TR മഞ്ജു, രശ്മി എന്നിവർ പഠിപ്പിക്കുന്നതും മനസ്സിലാവുന്നില്ലെന്നും തങ്ങൾ തോറ്റുപോകുന്നുമെന്ന ആശങ്കയും കുട്ടികൾ RDDയെ അറിയിക്കുകയും ചെയ്തു. 31 ചിത്രങ്ങൾക്ക് പകരം ബോട്ടണി പ്രാക്ടിക്കൽ റെക്കോർഡിൽ 81 ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുകയും കൂടുതൽ സമയം ആവശ്യപ്പെട്ടപ്പോൾ മാനസികമായി കഷ്ടപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് VM രശ്മിയെക്കുറിച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അക്കാദമിക് പ്രവർത്തനങ്ങളിൽ ഈ അധ്യാപകർ സഹകരിക്കുന്നില്ലെന്നും PTAയും SMCയും അറിയിച്ചു. ഇതിൽ ചില അധ്യാപകർ സ്ഥിരമായി സ്റ്റാഫ് റൂമിലിരുന്ന് ഉറങ്ങുന്നു. ഇവർ സ്കൂളിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിഘാതമായതിനാൽ സ്ഥലം മാറ്റുന്നതായാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ഇവർക്ക് ഉടൻ ജോലിയിൽ നിന്ന് വിടുതൽ നൽകാനും ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം അച്ചടക്ക നടപടിയുടെ ഭാഗമായി അധ്യാപകരെ മലബാറിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മലബാർ കേരളത്തിന്റെ കുപ്പത്തൊട്ടിയില്ലെന്ന് നെഞ്ചു നിവർത്തി പറയേണ്ട സന്ദർഭം കൂടിയാണിതെന്ന് എഴുത്തുകാരനും ഗവേഷകനുമായ ബഷീർ തൃപ്പനച്ചി പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടന്നിരുന്ന സർക്കാർ സ്കൂളുകളിലെ ബാച്ചുകൾ താൽക്കാലികമായി കഴിഞ്ഞ വർഷങ്ങളിൽ മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ പോലും ആ ബാച്ചുകളിലെ അധ്യാപകരെ മലബാറിലേക്ക് മാറ്റിയിരുന്നില്ല. അത് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു പ്രയാസങ്ങളും ഉള്ളതിനാൽ മാറ്റാൻ സാധ്യമല്ല എന്നായിരുന്നു കാരണമായി പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ എത്ര എളുപ്പത്തിലാണ് മലബാറിലേക്ക് തട്ടിയത്. കേരള ഭരണകൂട വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥ ലോബിക്ക് കാലങ്ങളായി മലബാറിനോടുള്ള സമീപനത്തിന്റെ ഇനിയും അവസാനിപ്പിക്കാത്ത ഉദാഹരണം മാത്രമാണിത്. മലയാള സിനിമയിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നാൽ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ ഉള്ള സ്ഥലം മാറ്റമാണെന്ന് ഓർക്കുക. മലബാർ കേരളത്തിന്റെ കുപ്പത്തൊട്ടിയല്ലെന്ന് നെഞ്ചു നിവർത്തി പറയേണ്ട സന്ദർഭം കൂടിയാണിതെന്നും ബഷീർ തൃപ്പനച്ചി ഫേസ്ബുക്കിൽ കുറിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.